10th സ്റ്റേറ്റിൻ്റെ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷന് സ്പൈനൽ കോഡാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രെയിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. ദാറ്റ് ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇതിൽ ഇന്ന് നമുക്ക് സ്പൈനൽ കോഡിനെ പറ്റി പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രെയിനിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു. ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ കണ്ടിന്യൂ ചെയ്തിട്ടാണ് സ്പൈനൽ കോഡായിട്ട് പോണതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സ്പൈനൽ കോഡ് നമ്മൾ ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്ത പോലെ തന്നെ സ്പൈനൽ കോഡും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെയിനിൽ നമ്മൾ പറഞ്ഞു ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു സ്കൾ അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്നൊരു ബോണി കവറിങ് കാണാമെന്ന് പറഞ്ഞു. അതുപോലെ സ്പൈനൽ കോഡിന് നമുക്കൊരു കവർ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നോട്ടോകോഡിൽ കോഡേറ്റ്സ് എന്ന് പറയുന്ന എല്ലാ ജീവികളിലും ഈ നോട്ടോകോഡ് കാണും. അപ്പോൾ അത്തരം ആ ഒരു ബോണി കവറിങ്ങിലാണ് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് നമുക്ക് ഈ സ്പൈനൽ കോഡ് നോട്ടോകോഡ് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെർട്ടിബ്രൽ കോളം വെച്ചിട്ട് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് ദ ബോണി കവറിങ്. പിന്നെ ഈ സ്പൈനൽ കോഡിന് ദർ ഇസ് എ സെൻട്രൽ കനാൽ, ഒരു നടുവിലൂടെ ഒരു കനാൽ പോലെ പോകുന്നുണ്ട്. അതിനുള്ളിൽ നമ്മൾ ബ്രെയിനിൽ പഠിച്ച പോലെ തന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇവിടെയും കാണാം. നമുക്ക് CSF കാണാം. അത് ഈ സ്പൈനൽ കോഡിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയും നമുക്ക് സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്യും. ഇനി നമുക്ക് മെനിഞ്ചസ് എന്ന് പറയും. മെനിഞ്ചസ് നമ്മൾ ഇവിടെ ബ്രെയിനിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് 3 ലെയർ മെനിഞ്ചസ് കാണാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളത്തിൽ സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്തിട്ട് ഈ ലെയർ നമുക്ക് കാണാം. അപ്പോൾ സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്യുന്ന 3 രീതിയിൽ തന്നെയാണ്. ആദ്യത്തേത് the spinal cord is protected inside the vertebral column and inside the spinal canal there is a canal inside the spinal cord which is filled with CSF which also protects the spinal cord. Again the third one is it is protected by the meninges. അങ്ങനെ നമുക്ക് 3 ലെയർ ആയിട്ടുള്ള meninges വെച്ചിട്ടും സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഇനി നമുക്ക് ഈ സ്പൈനൽ കോഡിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ സ്പൈനൽ കോഡിന് ഇതിനുള്ളിലാണെന്ന് പറഞ്ഞു. നമ്മൾ വെർട്ടിബ്രൽ കോളത്തിനുള്ളിലാണെന്ന് പറഞ്ഞല്ലോ. ഈ സ്പൈനൽ കോഡിന് ഒരു ഡോർസൽ റൂട്ടും ഉണ്ട്, വെൻട്രൽ റൂട്ടും ഉണ്ട്. അപ്പോൾ സ്പൈനൽ നെർവ്സ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട് എന്ന് പഠിച്ചു. അപ്പോൾ ഈ സ്പൈനൽ നെർവ്സിന് അറൈസ് ചെയ്യുന്നത് ഒരു ഡോർസൽ റൂട്ടിൽ നിന്ന് അറൈസ് ചെയ്ത് വെൻട്രൽ റൂട്ടിലാണ് വന്നിട്ട് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്പൈനൽ നെർവ്സ് അറൈസ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, സ്പൈനൽ കോഡിന് നമ്മൾ ബ്രെയിനിൽ പഠിച്ച പോലെ തന്നെ ഔട്ടർ സൈഡ് ഒരു ഡിഫറൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബ്രെയിനിൽ പറഞ്ഞു ഔട്ടർ സൈഡ് കോർട്ടെക്സ് ഗ്രേ മാറ്ററും ഉള്ളിൽ വൈറ്റ് മാറ്ററുമാണ് കാണുന്നതെന്ന് പഠിച്ചു. പക്ഷേ സ്പൈനൽ കോഡിൽ നേരെ തിരിച്ചാണ്. ഔട്ടർ സൈഡ് ഈസ് ഫിൽഡ് വിത്ത് വൈറ്റ് മാറ്റർ ആൻഡ് ഇന്നർ സൈഡ് ഈസ് കോൾഡ് ആസ് ഗ്രേ മാറ്റർ. ഈ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് കൂടുതലായിട്ട് കാണുന്ന ഭാഗമാണ് കേട്ടോ. ഗ്രേ മാറ്ററിൽ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ബ്രെയിനിലേക്ക് വരുന്ന ഇമ്പൾസസ് സ്പൈനൽ കോഡിലൂടെയാണ് എത്തുന്നത്. അതായത് ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി റീച്ച് ബ്രെയിൻ ത്രൂ ദ സ്പൈനൽ കോഡിലൂടെയാണ് എത്തുക. ഇനി ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ. അതായത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡിലൂടെയാണ്. ആൻഡ് ബ്രെയിനിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സിലേക്ക് സ്പൈനൽ കോഡിലൂടെ തന്നെയാണ് ഇമ്പൾസസ് കൊണ്ടുപോകുന്നത്. സോ ഒന്നാമത്തെ ഫങ്ഷൻ അതാണ്. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള വാക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ റണ്ണിങ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിൻ്റെ കോർഡിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അപ്പോൾ there are 2 functions for spinal cord. First function is the impulses from different parts of the body are transmitted through the spinal cord to the brain, and from the brain it is transmitted through spinal cord to different parts of the body. തിരിച്ചും
സ്പൈനൽ കോഡിൽ നിന്ന് ബ്രെയിനിലേക്കും, ബ്രെയിനിൽ നിന്ന് തിരിച്ച് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്കും സ്പൈനൽ കോഡിലൂടെയാണ് ഈ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് റിഫ്ലെക്സ് ആക്ഷനെ പറ്റിയിട്ടാണ്. നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു സെൻസേഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പല പല സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെൻസേഷൻസ് ഫീൽ ചെയ്യണമെന്ന് പഠിച്ചു. ചൂടുള്ള വസ്തുക്കളിൽ തൊടുമ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കുത്തുമ്പോഴും, അല്ലെങ്കിൽ തണുപ്പുള്ള വസ്തുക്കളിൽ തൊടുമ്പോഴും ഒക്കെ നമുക്ക് ആ ഫീലിങ്സ് ഉണ്ടാവണമെന്ന് പഠിച്ചു ഇല്ലേ. ഇനി നമുക്ക് ഈ ഫീലിങ്സ് ഉണ്ടാവുന്ന സഡൻ ആയിട്ടുള്ള ചില റെസ്പോൺസ്, ഇതൊക്കെ നമുക്ക് പതുക്കെ തോന്നുന്ന റെസ്പോൺസസുകളാണ്. ഇനി സഡൻ ആയിട്ട് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചൂടുള്ള കൈ ഇങ്ങനെ പെട്ടെന്ന് ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈ പുറകിലോട്ട് വലിക്കുക, സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അത് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷനൊന്നും ഉണ്ടാവുന്നതല്ല. അതായത് നമ്മളിപ്പോൾ ചൂടുള്ള വസ്തുവാണ് അവിടെ ഇരിക്കുന്നത്, അപ്പം അതിൽ തൊടുമ്പോൾ നമുക്കറിയാം ചൂടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടാണ് അതിൽ തൊടാൻ പോകുന്നത് അല്ലേ. അങ്ങനെ തൊടുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചൂടുണ്ട് പിന്നെ കൈ പുറകിലോട്ട് വലിക്കുന്നു. എന്നാൽ നമ്മൾ ചില കണ്ടീഷനിൽ ഇപ്പോൾ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിനൊരു മുള്ള് തട്ടുകയാണ്, മുള്ള് കൊണ്ടു, നമുക്കൊരു പെയിൻ എന്ന് പറയുന്ന സെൻസേഷനാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ. ഉടനെ ഇമ്പൾസസ് പോയി. ഈ സഡൻ ഇമ്പൾസസ് നമ്മൾ ചിന്തിക്കാനൊന്നോടൊരു സമയമില്ല. അപ്പോൾ എന്താ പറയുക, അൺകോൺഷ്യസ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ കാല് പുറകിലോട്ട് വലിക്കും. അതുപോലെ തന്നെയാണ് ചൂടുള്ള വസ്തുക്കളിൽ നമ്മൾ തൊടുമ്പോഴും ഒക്കെ ഈ റെസ്പോൺസസ് സഡൻ ആയിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർ ഇൻവോളണ്ടറി അൺകോൺഷ്യസ് റെസ്പോൺസസ്. നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടാണ് നടക്കുന്നത്. നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ഒരു വില്ലിനനുസരിച്ചിട്ടല്ല, സഡൻ ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷനാണ് നമ്മുടെ എന്താ പറയുക റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇൻവോളണ്ടറി അൺകോൺഷ്യസ് സഡൻ റെസ്പോൺസസ് ഓഫ് എ സഡൻ റെസ്പോൺസസ് ഈസ് കോൾഡ് എസ് റിഫ്ലെക്സ് ആക്ഷൻ. നമ്മുടെ ന്യൂറോണുകളുടെ ഹെൽപ്പോട് കൂടെ തന്നെയാണ് അത് നടക്കുക. ഇനി നമുക്കറിയാം ഒരു റിഫ്ലെക്സ് ആക്ഷൻ നമ്മളൊരു എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു റിസപ്റ്റേഴ്സ് ഉണ്ട് ബോഡിയിൽ എന്നൊക്കെ പറഞ്ഞു ഇല്ലേ. സെൻസ് ഓർഗൻസിനോട് അസോസിയേറ്റ് ചെയ്ത് കാണാം, മറ്റു ബോഡി പാർട്സിനോട് ചേർന്നിട്ട് നമുക്ക് റിസപ്റ്റേഴ്സ് കാണുന്നു നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് സെൻസ് ഓർഗൻസിനോട്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്കിന്നാണ് നമ്മളിപ്പോൾ ഒരു സെൻസ് ഓർഗൻ എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്റ്റിമുലസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റെസ്പോൺസസ് ഉണ്ടാവണേ, അല്ലെങ്കിൽ ഇമ്പൾസസ് ഫോം ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇവിടെ റിഫ്ലെക്സ് ആക്ഷൻ്റെ കേസിൽ സഡൻ ആയിട്ട് നമുക്ക് ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ അറിയാതെ ഉണ്ടാവുന്ന ആക്ഷൻസ് ആണ് റിഫ്ലെക്സ് ആക്ഷൻസ് പൊതുവെ. ഇപ്പം നമ്മളൊരു എക്സാമ്പിളിലൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ റിഫ്ലെക്സ് ആക്ഷൻസ് വെൻ വി ടച്ച് എ ഹോട്ട് ഓബ്ജക്റ്റ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ചൂടുള്ള വസ്തുവിൽ, ഇപ്പോൾ മെഴുകുതിരിയോ എന്തെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ തൊട്ടു. ഇപ്പം നമ്മൾ ഡയഗ്രത്തിൽ നമുക്ക് കാണാം, ഇവിടെ ഒരു മെഴുകുതിരിയിൽ കാൻഡിലാണ് നമ്മൾ തൊടുന്നത്, ഫ്ലെയിമിൽ നമ്മൾ അറിയാതെ തൊട്ടുപോയി. തൊട്ട് കഴിയുമ്പോൾ സഡൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫ്ലെയിമിൽ നിന്ന് കൈ സഡൻ ആയിട്ടുള്ള ആക്ഷനാണ് പുറകിലോട്ട് വലിക്കുന്നു. ഈ റിഫ്ലെക്സസ് സ്പൈനൽ കോഡിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ റിഫ്ലെക്സ് ആക്ഷൻസ് ഒക്കെ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് 2 തരം റിഫ്ലെക്സസ് ഉണ്ട് കേട്ടോ. അതായത് സ്പൈനൽ റിഫ്ലെക്സസും സെറിബ്രൽ റിഫ്ലെക്സസ് എന്നും പറയും. സ്പൈനൽ റിഫ്ലെക്സസ്, മോസ്റ്റ് ഓഫ് ദി റിഫ്ലെക്സസ് ആർ സ്പൈനൽ റിഫ്ലെക്സസ്. മെജോറിറ്റി റിഫ്ലെക്സസും സ്പൈനൽ റിഫ്ലെക്സസ് ആണ്. വളരെ കുറച്ച് സെറിബ്രൽ റിഫ്ലെക്സസേ ഉള്ളൂ. അപ്പോൾ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന റിഫ്ലെക്സ് ആക്ഷനെ നമ്മൾ സ്പൈനൽ റിഫ്ലെക്സസ് എന്നും ബ്രെയിനിൽ നിന്ന് വരുന്നതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സസ് എന്നും പറയും. ഇപ്പോൾ നമ്മൾ ഈ സെറിബ്രൽ റിഫ്ലെക്സസ് സാധാരണ രീതിയിൽ കുറവാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ഒരു എക്സാമ്പിൾ, നമുക്ക് സെറിബ്രൽ റിഫ്ലെക്സസിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്രെയിനിൽ നിന്ന് വരുന്ന റിഫ്ലെക്സസ് ആണത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലിങ്കിങ് ഓഫ് അവർ ഐസ്. നമ്മളിങ്ങനെ നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കണം, അതല്ലാതെയും നമ്മൾ സെക്കൻഡ്സിൽ തന്നെ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ബ്ലിങ്കിങ് ഓഫ് ദ ഐ, ദാറ്റ് ഈസ് എ റെസ്പോൺസ് ഫ്രം ദ ബ്രെയിൻ. അതൊരു സെറിബ്രൽ റിഫ്ലെക്സ് ആണ്. ഇനി നമ്മൾ സ്പൈനൽ റിഫ്ലെക്സ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചൂടുള്ള വസ്തുവിൽ എക്സാമ്പിളായിട്ട് പറയാം. ചൂടുള്ള വസ്തുവിൽ നമ്മൾ തൊടുന്നു, തൊട്ട് കഴിയുമ്പോൾ അവിടെയെല്ലാം ഞാൻ മുൻപത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഡിഫറെൻറ്റ് ബോഡി പാർട്സിൽ നിന്നും സെൻസ് ഓർഗൻസിൽ നിന്നും ഇമ്പൾസസിനെ കൊണ്ടുപോകുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന ന്യൂറോണുകളെ നമ്മൾ
ഏത് ന്യൂറോണുകൾ എന്നാ പറഞ്ഞേ? സെൻസറി ന്യൂറോണുകൾ അല്ലെ. അപ്പോൾ സെൻസറി ന്യൂറോണുകൾ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് വരുന്ന ന്യൂറോണുകളെ ആക്ഷൻ അല്ലെങ്കിൽ മസിൽസിലേക്ക് വരുന്ന ന്യൂറോണുകളെ മോട്ടോർ ന്യൂറോണുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു മുമ്പത്തെ ക്ലാസ്സുകളിൽ. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി ടച്ച് എ ഹോട്ട് ഓബ്ജക്ട്, നമ്മളൊരു ചൂടുള്ള വസ്തുവിൽ തൊടുമ്പോൾ ഏത് തരം ന്യൂറോണുകളെ കൊണ്ടുപോകുക? സെൻസറി ന്യൂറോണുകളാണ് ക്യാരി ചെയ്യുന്നത് ഇമ്പൾസസിനെ. സോ അവിടെ റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ഇമ്പൾസസ് ആർ ക്യാരിഡ് ബൈ സെൻസറി ന്യൂറോൺ ടു ദി സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലേക്കാണ് പോകുന്ന ഈ റിഫ്ലെക്സ് ആക്ഷൻ അല്ലേ. അപ്പൊ സ്പൈനൽ കോഡിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡോർസൽ റൂട്ടും ഉണ്ട്, വെൻട്രൽ റൂട്ടും ഉണ്ടെന്ന്. അങ്ങനെ ഡോർസൽ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഡോർസൽ റൂട്ടിൽ നിന്ന് വെൻട്രൽ റൂട്ടായിട്ട് കണക്ട് ചെയ്യുന്ന നമുക്കൊരു ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നിട്ടുള്ളൊരു ന്യൂറോണുകൾ ഉണ്ട്. അപ്പോൾ ഇന്റർ ന്യൂറോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന്റെ ഡോർസൽ റൂട്ടിനെയും വെൻട്രൽ റൂട്ടിനെയും കണക്ട് ചെയ്യുന്ന ന്യൂറോണുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇന്റർ ന്യൂറോൺ എന്ന് പറയാം. ഇനി സെൻസറി ന്യൂറോണ് ഡോർസൽ റൂട്ടിലേക്ക് ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നു. ഇനി മോട്ടോർ ന്യൂറോണുകൾ വെൻട്രൽ റൂട്ടിൽ നിന്ന് ഇമ്പൾസസിനെ മസിൽസിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഒരു റിഫ്ലെക്സ് ആക്ഷൻ വരുന്നത്. ഇപ്പൊ നമ്മളത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ when we touch a hot object, receptors are stimulated, impulses are carried by sensory neuron to the dorsal root of the spinal cord, and from the dorsal root interneuron connects dorsal root to ventral root. So these impulses reach the ventral root through the interneuron. From the ventral root motor neuron arises. Motor neuron എപ്പോഴും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇഫക്ടർ മസിൽസിലേക്കാണ് കൊണ്ടുപോകണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെൻട്രൽ റൂട്ടിൽ നിന്ന് മോട്ടോർ ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ഇഫക്ടർ മസിൽസ്. നമ്മുടെ കയ്യിലേക്കോ എവിടെയാണോ നമ്മളിപ്പോൾ ഹോട്ട് ഓബ്ജക്റ്റ് കയ്യിലാണ് തൊടുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മോട്ടോർ ന്യൂറോൺ ക്യാരി ദീസ് ഇമ്പൾസസ് ടു അവർ ഹാൻഡ് ആൻഡ് വി സഡൻലി വിഡ്രോസ് അവർ ഹാൻഡ്. നമ്മൾ പെട്ടെന്ന് കയ്യ് പുറകോട്ട് വലിക്കും. ഇതെല്ലാം വളരെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ആക്ഷനാണ്. ഇത്തരം സഡൻ ആയിട്ടുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് പറയും. ഇനി നമ്മൾ ഇതിന്റെ പാത്വേ നമ്മളൊന്നുകൂടെ ഈ സെയിം തന്നെയാണ് പറയുന്നത്. പാത്വേ നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ദ പാത്വേ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ ഈസ് കോൾഡ് ആസ് റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആർക്ക്. അപ്പൊ ഈ റിഫ്ലെക്സ് ആർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാത്വേ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻസ്. റിഫ്ലെക്സ് ആക്ഷൻസിന്റെ പാത്വേ ആണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്താണ് ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ പാത്വേ നമുക്ക് ഫ്ലോ ചാർട്ട് പോലെയൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നു, റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. ദെൻ റിസപ്റ്റേഴ്സിൽ നിന്ന് ഏത് ന്യൂറോണുകളാണ് കൊണ്ടുപോകുക? സെൻസറി ന്യൂറോണുകൾ കൊണ്ടുപോകുന്നു. എവിടേക്ക് കൊണ്ടുപോകുന്നു? ഡോർസൽ റൂട്ട് ഓഫ് ദ സ്പൈനൽ കോഡ്. ഇനി ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടെ കണക്ട് ചെയ്യുന്നത് ഇന്റർ ന്യൂറോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോർസൽ റൂട്ടിൽ നിന്ന് ഇന്റർ ന്യൂറോണുകൾ വഴി വെൻട്രൽ റൂട്ട് ഓഫ് സ്പൈനൽ കോഡിൽ എത്തുന്നു ഇമ്പൾസസ്. അവിടെ നിന്ന് മോട്ടോർ ന്യൂറോണുകൾ ഇഫക്ടർ മസിൽസിലേക്ക് അല്ലെങ്കിൽ ഹാൻഡ്. ഇപ്പം നമ്മൾ എന്താണ് ഇപ്പം നമ്മൾ ചൂടുള്ള വസ്തുവിൽ തൊടുകയാണെങ്കിൽ, കൈ കൊണ്ട് തൊടുകയാണെങ്കിൽ കൈയിലേക്ക് അതിൻ്റെ റെസ്പോൺസസ് വരുന്നു. നമ്മൾ എന്തെങ്കിലും നെയിലോ മറ്റേ എന്തെങ്കിലും മുള്ളോ ഒക്കെ ചവിട്ടുകയാണെങ്കിൽ നമ്മുടെ കാലിലേക്ക് ആ റെസ്പോൺസസ് വരുന്നു. അങ്ങനെ സഡൻ ആയിട്ട് നമ്മൾ കാല് പുറകിലോട്ട് വലിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് റിഫ്ലെക്സ് ആക്ഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്പൈനൽ കോഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സ്പൈനൽ കോഡും റിഫ്ലെക്സ് ആക്ഷൻസും രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് സ്പൈനൽ കോഡിൻ്റെയും ചോദിക്കാറുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. 3 രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇതൊക്കെയാണ് മെനിഞ്ചസ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, പിന്നെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഫങ്ഷൻ പറയുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് വാക്കിംഗ്, റണ്ണിങ് തുടങ്ങിയുള്ള റിപ്പീറ്റഡ് ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. പിന്നെ ബ്രെയിനിലേക്ക് ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്കുള്ള റെസ്പോൺസസ് കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ ഈ സ്പൈനൽ കോഡിലൂടെയാണ്. പിന്നെ നമ്മൾ പറയുന്നത് റിഫ്ലെക്സ് ആക്ഷനാണ്. റിഫ്ലെക്സ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം ഒക്കെ പറഞ്ഞു. ഇതിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമായിട്ട് കാണാം.